ഏവർക്കും നമസ്കാരം. ഭഗവാന്റെ 1000 നാമങ്ങൾ 1000 കഥകളിലെ രണ്ടാമത്തെ നാമം വിഷ്ണവേ നമ എന്നാണ്. ഭഗവാന്റെ രണ്ടാമത് പറയുന്ന നാമം. വിഷ്ണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലും വ്യാപിപ്പിക്കുന്നവൻ, വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ്. ഇതിനൊരു നല്ല രസകരമായിട്ടുള്ളൊരു കഥ വൈഷ്ണവ സമ്പ്രദായത്തിൽ ആചാര്യന്മാർ പറയാറുണ്ട്. ഭഗവാന്റെ ഗോപികമാരുടെ ഭവനങ്ങളിൽ ഭഗവാൻ നിത്യവും ചെന്ന് പാലും വെണ്ണയും തൈരും ഒക്കെ യഥേഷ്ടം ഭഗവാൻ സ്വീകരിക്കുന്ന ഭഗവാന് ഒരിക്കൽ അറിഞ്ഞു, ഈ ഗോപന്മാരൊക്കെ അവരുടെ ഉൽപ്പന്നങ്ങളെ വിൽക്കാൻ പലതരത്തിലുള്ള ഫ്ലേവറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ. അപ്പോൾ അവിടെ വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രഹത്തില് ഏലക്കാപ്പാല് കൊടുക്കുന്നു എന്നാണ്. അപ്പൊ ഈ ഏലക്കാപ്പാല് എങ്ങനെ സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പാലിൽ ഏലക്ക പൊട്ടിച്ചിട്ടാൽ ഏലക്കാപ്പാല് ലഭിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ പാല് കറക്കുമ്പോഴേ അതിന് ഏലക്കയുടെ ഒരു മാധുര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രുചിയും മണവും ഒക്കെ വരും. ഇതെങ്ങനെ വരും? അപ്പോൾ അതിന് ചെയ്യാനുള്ളത് എന്താ? പശുവിന് കൊടുക്കുന്ന ആഹാരത്തിൽ ഏലക്ക കൂടി ഉൾപ്പെടുത്തിയാൽ അതിൽ നിന്നും ലഭിക്കുന്ന പാലിന് അതിൻ്റെതായ രുചിയും മണവും ഒക്കെ വരും. അപ്പൊ ഇത് വളരെ വിശേഷപ്പെട്ട പാലാണ് എന്ന് ഭഗവാൻ ഒരിക്കൽ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗോപികമാരുടെ ഈ ഒരു വീട്ടില് കയറാൻ ഭഗവാൻ തക്കം പാർത്തിരുന്ന് ഒരിക്കല് ഈ ഗോപികയുടെ വീട്ടിൽ ചെന്ന് ഈ പാല് കുടിക്കാനായിട്ട് ഭഗവാൻ പരിശ്രമിച്ചു. പുഷ്ടിമതി എന്നായിരുന്നു ആ ഒരു ഗോപികയുടെ പേര് എന്നാണ് ആചാര്യ പരമ്പരകളിൽ പറയപ്പെടാറ്. അങ്ങനെയുള്ള പുഷ്ടിമതി ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ കയറി താൻ സൂക്ഷിച്ചിരുന്ന പാല് എടുത്ത് കുടിക്കുന്നത് ഈ പുഷ്ടിമതി കണ്ടു. പെട്ടെന്ന് തന്നെ കണ്ണനോട് ദേഷ്യം വന്നു. ഒരു വടി കയ്യിലെടുത്ത് കണ്ണനെ കൈയോടെ തന്നെ പിടിച്ച് പറഞ്ഞു, എല്ലാവരുടെയും വീടുകളിലൊക്കെ കയറി മോഷ്ടിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, നീ എൻ്റെ വീട്ടിലും വന്ന് മോഷ്ടിക്കുന്നു അല്ലേ എന്ന് ചോദിച്ച് ഭഗവാനെ ആ വടി വെച്ച് ഭഗവാന്റെ ശരീരത്തിന് പ്രഹരിച്ചു, മുതുകിൽ പ്രഹരിച്ചു എന്നാണ്. പക്ഷെ ആ പ്രഹരം കിട്ടിയപ്പോ വന്നു പതിച്ചത് ഭഗവാന്റെ ശരീരത്താണെങ്കിലും അത് വന്ന് ഏറ്റത് ഈ ഗോപിക ഉൾപ്പെടെയുള്ള എല്ലാ ദേവതമാർക്കുമായിരുന്നു എന്നാണ്. അയ്യോ എന്ന് പറഞ്ഞ് ആ അടിച്ച ഗോപിക തന്നെ പുറകോട്ട് വലിഞ്ഞു എന്നാണ്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ തന്നെയാണ്. ഇതിന് തന്നെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ വിശ്വവിഖ്യാതമായ ജ്ഞാനേശ്വരന് പ്രതിഷ്ഠാനപുരത്തില് അവിടെയുള്ള വലിയ സദസ്സില് ഒരു പോത്തിനെ കൊണ്ട് വേദം ചൊല്ലിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് സാധിപ്പിച്ച സമയത്ത് ഈ പോത്ത് എന്താണ് ഇത്തരത്തില് വേദം ചൊല്ലുന്നത് പോലെ അമറുന്നത് എന്ന് മനസ്സിലാകാത്ത ആ പോത്തിന്റെ ഉടമസ്ഥൻ ആ പോത്തിനെ തൻ്റെ കയ്യിലിരിക്കുന്ന ചൂരൽ വടി കൊണ്ട് പ്രഹരിച്ചു. പക്ഷേ ആ പ്രഹരം കിട്ടിയത്, ആ അടിയേറ്റ് പൊളഞ്ഞത് ഈ 9 വയസ്സ് പ്രായമായിരുന്ന ഈ ജ്ഞാനേശ്വരനാണ്. അപ്പോ ഈ പ്രപഞ്ചത്തില് മുഴുവനും സംഭവിക്കുന്നത് വ്യാപിപ്പിച്ചിരിക്കുന്നവൻ, അതാണ് വിഷ്ണു. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും എന്ത് തന്നെ സംഭവിച്ചാലും അത് ഭഗവാനിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ 1000 നാമങ്ങളിൽ രണ്ടാമത്തെ നാമം ഓം വിഷ്ണവേ നമ. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന, ശരീരത്തോടു കൂടിയിരിക്കുന്ന ആ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ഭഗവാനെ ഈ നാമം ജപിക്കും തോറും നമ്മളുടെ ഉള്ളില് എല്ലാ തരത്തിലും ആ വ്യാപന ശക്തി, ആകാശത്തെ പോലെ മനസ്സ് വലുതാവാനായിട്ടും നല്ല നല്ല കാര്യങ്ങളെ സ്വീകരിക്കാനുമായിട്ടും നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ നാമം ജപിക്കുക. ഓം വിഷ്ണവേ നമ.